ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല, പിന്നിൽ നിന്നും തനിക്ക് വിസ്മയിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച നടനാണ് പൃഥ്വിരാജ്. ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിലൂടെ സിനിമാ ലോകത്തെ ഞെട്ടിക്കാൻ പൃഥ്വിക്ക് സാധിച്ചു. ആ വർഷത്തെ ഇയർ ടോപ്പറും ലൂസിഫറായിരുന്നു. ഇഷ്ടപ്പെട്ട നടനെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പൃഥ്വി ലൂസിഫറിലൂടെ കാണിച്ചു തന്നു. ലൂസിഫറിന് ശേഷം ഇവരും ഒന്നിച്ചെത്തിയ ബ്രോഡാഡിയിലും എമ്പുരാനിലും മോഹൻലാൽ പൃഥ്വി കോംബോ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. എമ്പുരാൻ പ്രതീക്ഷിക്കത്ത് വന്നില്ലെങ്കിലും ചിത്രത്തിന് അടുത്ത ഭാഗമുണ്ടാകുമെന്ന് തിരക്കഥാകൃത്ത് മുരളി ഗോപി അറിയിച്ചിരുന്നു. അസ്രയേൽ എന്നാണ് ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിന്റെ പേര്. ഇപ്പോഴുള്ള അസ്രയേലിന് മുമ്പ് പൃഥ്വിരാജ് സംവിധായകക്കുപ്പായം അണിയുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. മോഹൻലാൽ തന്നെയായിരിക്കും ഈ പ്രോജക്റ്റിലെ നായകനെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആവശ്യമുള്ള ചിത്രമാണ് അസ്രയേൽ. അതിനാൽ തന്നെ അടുത്ത വർഷമോ ചിത്രത്തിന്റെ വർക്കുകൾ ആരംഭിക്കുമെന്നും സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രോഡാഡി പോലെ കളർഫുൾ എൻ്റർടൈനറാകും ഈ ചിത്രം. മഞ്ജു വാര്യരും ഇന്ദ്രജിത്തും ചേർന്നാകും ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്ന അഭ്യൂഹങ്ങളുണ്ട്. എമ്പുരാന് മുമ്പ് ബ്രോഡാഡിയെപ്പോലെ വന്നതുപോലെ അസ്രയേലിന് മുമ്പ് ഈ പ്രോജക്റ്റും വരുമെന്ന് ആരാധകരുടെ കണക്കുകൂട്ടൽ. ചിത്രത്തെക്കുറിച്ച് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരും ദിവസങ്ങളിൽ പുറത്തുവിട്ടേക്കും. നിലവിൽ ഖലീഫയുടെ അവസാനഘട്ട ഷൂട്ടിലാണ് പൃഥ്വിരാജ്. ഖലീഫയ്ക്ക് ശേഷം രാഹുൽ സദാശിവനുമൊപ്പമുള്ള ഒടിയൻ്റെ തിരക്കിലേക്ക് താരം കടക്കും. അനൗൺസ്മെന്റ് പോസ്റ്റർ കൊണ്ടും ഹൈപ്പിന്റെ കൊടുമുടിയിൽ കയറിയ ചിത്രമാണ് ഒടിയൻ. മോഹൻലാലിന് കൈപൊള്ളിയ കഥ പൃഥ്വി ഗംഭീരമാക്കുമെന്ന് പലരും കരുതുന്നു. സന്തോഷ് ട്രോഫി ഒഴിവാക്കിയിട്ടാണ് പൃഥ്വി ഒടിയൻ തിരിച്ചെടുത്തത്. 2 മാസം കൊണ്ട് ഒടിയൻ പൂർത്തിയാക്കിയ ശേഷം വാരണാസിയുടെ ബാക്കി പോർഷനിലേക്ക് പൃഥ്വി കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ഡിസംബറോടെ അഭിനയിക്കുന്ന പ്രോജക്റ്റെല്ലാം താരം പൂർത്തിയാക്കുമെന്നും അതിനുശേഷമാകും സംവിധാനത്തിലേക്ക് തിരിച്ചെത്തും എന്നും റിപ്പോർട്ടുകളുണ്ട്.